നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ കണ്ണൂർ ജില്ലയിൽ 15 ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾക്കെതിരില്ല. ഇനി തീപ്പാറും പോരാട്ടത്തിന്റെ ദിനങ്ങൾ. വനിതകളടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്തോ നേരിട്ടോ അധിക്ഷേപകരമായി ചിത്രീകരിക്കുന്ന സൈബർ ഗുണ്ടായിസത്തിനെതിരെ കേരള പോലീസ്. ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെയും ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടിയെന്ന് DGP. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം മുസ്ലിം ലീഗിന് തീരാ തലവേദനയാകുന്നു. വിമത കുപ്പായമണിഞ്ഞ് ലീഗ് നേതാക്കൾ തന്നെ രംഗത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം അവശേഷിക്കെ എരിവേശി കള്ളവോട്ട് കേസിൽ നിർണായക കോടതി വിധി. കള്ളവോട്ട് ചെയ്തവർ മാത്രമല്ല, ഒത്താശ ചെയ്ത ബൂത്തിലെ ഉദ്യോഗസ്ഥരും പ്രതിസ്ഥാനത്താണെന്ന് കോടതിയുടെ നിരീക്ഷണം. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ 15 ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. ശനിയാഴ്ച പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ പോരാട്ടം കടുക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഇനി തീപ്പാറുന്ന പോരാട്ടത്തിന്റെ നാളുകൾ. സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച 9 മണിക്ക് നടക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം സ്ഥാനാർത്ഥിക്കും നിർദ്ദേശകനും ഏജന്റിനും മാത്രമേ സൂക്ഷ്മ പരിശോധന നടക്കുന്ന ഹാളിലേക്ക് പ്രവേശനമുണ്ടാകൂ. ജില്ലയിൽ 15 ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ തവണ പ്രതിപക്ഷമില്ലാതിരുന്ന ആന്തൂർ നഗരസഭയിൽ 6 സീറ്റിലും, തളിപ്പറമ്പിൽ ഒരിടത്തും, മലപ്പട്ടത്ത് 5 ഇടത്തും, കോട്ടയം മലബാറിൽ 1 സീറ്റിലും, കാങ്കോൽ ആലപ്പടമ്പ് 2 ഇടങ്ങളിലുമാണ് LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത്. ശനിയാഴ്ച പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി കൂടി കഴിയുമ്പോൾ ഡമ്മി സ്ഥാനാർത്ഥികളും ചില റിബലുകളെങ്കിലും കൂടി പിൻവലിയുന്നതോടെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകും. പോരാട്ട വീര്യത്തിലേക്ക് കടക്കും മുൻപേ 15 പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് LDFന് വർദ്ധിത വീര്യം നൽകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലെ പടലപ്പിണക്കങ്ങളും അസ്വസ്ഥതകളും തന്നെയാണ് UDFനെ വലയ്ക്കുന്നത്. കൂടുതൽ പ്രതീക്ഷയിൽ BJPയും ശക്തമായി രംഗത്തുണ്ട്. വനിതകളടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്തോ നേരിട്ടോ അധിക്ഷേപകരമായി ചിത്രീകരിക്കുന്ന സൈബർ ഗുണ്ടായിസത്തിനെതിരെ കേരള പോലീസ്. ഇത്തരം സംഭവങ്ങളിൽ മുഖം നോക്കാതെ കർശന നടപടിയുണ്ടാകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ ഷെയർ ചെയ്താലും നടപടിയുണ്ടാകും. പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കോവിഡ് മാനദണ്ഡപ്രകാരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം സാമൂഹിക മാധ്യമങ്ങൾ വഴിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വനിതാ സ്ഥാനാർത്ഥികളുടെ അടക്കം ചിത്രങ്ങൾ ഉപയോഗിച്ച് അതിശയകരമായ പോസ്റ്ററുകളും കമന്റുകളും പുറത്തു വന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസിന്റെ ഇടപെടൽ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ IT ആക്ട് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവും നടപടിയുണ്ടാകുമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. ചിത്രങ്ങൾക്ക് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയാലും സമാന നടപടിയുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു മാസത്തിൽ താഴെ ശേഷിക്കുമ്പോൾ എരിവേശി കള്ളവോട്ട് കേസിൽ നിർണായക കോടതി വിധി. കള്ളവോട്ട് നടന്ന ബൂത്തിലെ ഉദ്യോഗസ്ഥരും പ്രതിസ്ഥാനത്ത് വരുമെന്ന കോടതിയുടെ നിരീക്ഷണം കള്ളവോട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല, മൗനാനുവാദം നൽകുന്ന ഉദ്യോഗസ്ഥർക്കുമുള്ള താക്കീതാണ്. ഉദ്യോഗസ്ഥരുടെ ജോലി പോലും ഇല്ലാതാകുന്ന സാഹചര്യമാണ് ശിക്ഷിക്കപ്പെട്ടാൽ ഉണ്ടാകുക. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം മുസ്ലിം ലീഗിന് തലവേദനയാകുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതകൾ ആരോപിച്ച് ലീഗ് നേതാക്കൾ തന്നെ വിമത കുപ്പായമണിയുകയാണ്. കഴിഞ്ഞ തവണ ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് തലശ്ശേരി നഗരസഭയിൽ പ്രതിപക്ഷ സ്ഥാനം അലങ്കരിച്ച PP സാജിദയും, കൊളച്ചേരി പഞ്ചായത്തിൽ ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച KMP സെറീനയും ഇക്കുറി സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിമത സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്തു. തലശ്ശേരിയിൽ സ്ഥാനാർത്ഥി നിർണയ തർക്കത്തെ തുടർന്ന് വനിതാ ലീഗ് കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവും തലശ്ശേരി നഗരസഭയിൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവുമായിരുന്ന PP സാജിദ സ്ഥാനങ്ങൾ രാജിവെച്ച്
ചേറ്റംകുന്ന് വാർഡിൽ സ്വതന്ത്രയായി പത്രിക നൽകി. നേരത്തെ ഈ വാർഡിലെ കൗൺസിലറായിരുന്നു. ചേറ്റംകുന്നിൽ BJP ജയിക്കാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് സാജിദ അറിയിച്ചു. സാജിദയെ തഴഞ്ഞതിൽ ലീഗിലും പ്രതിഷേധമുയർന്നു. 3 തവണ കൗൺസിലറായ ഇവർ തലശ്ശേരി പ്രൈം കോളേജ് അധ്യാപികയും CH സെന്റർ ചീഫ് കോർഡിനേറ്ററുമാണ്. നേതാക്കൾ മാനസികമായി പീഡിപ്പിച്ചെന്നും മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാർ വ്യക്തിഹത്യ നടത്തി മാനസികമായി പീഡിപ്പിച്ചെന്നും PP സാജിദ വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് അയച്ച രാജിക്കത്തിൽ വ്യക്തമാക്കി. മാനസിക പീഡനം സഹിക്കവയ്യാതെയാണ് 26 വർഷത്തെ മുസ്ലിം ലീഗ് ബന്ധം ഉപേക്ഷിച്ചത്. രാജിവെച്ചതും സ്വതന്ത്രയായി പത്രിക നൽകിയതും പൊരുതാൻ ഉറച്ചു തന്നെ. ഇപ്പോൾ ക്വാറന്റൈനിലാണ്. അതുകഴിഞ്ഞാൽ എല്ലാം തുറന്നു പറയുമെന്നും സാജിദ പറഞ്ഞു. ചേറ്റംകുന്ന് സീറ്റ് ലീഗിലെ പ്രമുഖന്റെ മകന് നൽകി തോൽവി ഉറപ്പായ സീറ്റ് തനിക്ക് വച്ചു നീട്ടുകയായിരുന്നു. ധർമ്മട സീറ്റിൽ 5ാം തവണയാണ് ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നതെന്നും സാജിദ കുറ്റപ്പെടുത്തി. തലശ്ശേരിയിൽ മുസ്ലിം ലീഗിലെ കടുത്ത ഭിന്നതയാണ് PP സാജിദയുടെ രാജിയോടെ പുറത്തു വന്നത്. എന്നാൽ സാജിദയെ രൂക്ഷമായി വിമർശിച്ച് അഡ്വക്കേറ്റ് KA ലത്തീഫ് രംഗത്തെത്തി. ഈ PP സാജിദയുടെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ തീർത്തും തെറ്റാണ്. ഇത് സാജിദ പറയുന്നത് കല്ല് വെച്ച നുണയാണ്. കാരണം സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ തീരുമാനമാണ് 3 തവണ കൗൺസിലർമാരായ ആളുകൾ ഇനി മത്സരിക്കുവാൻ പാടില്ല എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരിയിൽ ഞാൻ 3-ൽ കൂടെ തവണ ഞാൻ മാറിയിരുന്നു. AK സക്രിയ 3 തവണ മത്സരിച്ചു. കൗൺസിലർ AK സക്രിയ മാറിയിരുന്നു. സൗജിത ടീച്ചർ 3 തവണയായി സൗജിത ടീച്ചർ മാറി നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് സാജിദയോട് 3 തവണ മത്സരിച്ചതുകൊണ്ട് മത്സരിക്കുവാൻ പാടില്ല എന്നുള്ളൊരു പാർട്ടി നിർദ്ദേശം നിങ്ങൾ പറഞ്ഞത്. പക്ഷെ സാജിദ അത് അവരുടേതായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. എങ്കിൽ പോലും മത്സരിച്ചേ അടങ്ങുമെന്നൊരു വാശി കണ്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് സാജിദ ഇന്ന് കൗൺസിലറായിട്ടുള്ളത് ചേറ്റംകുന്ന് വാർഡ് ജനറൽ വാർഡാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ തലശ്ശേരി മുനിസിപ്പാലിറ്റി കുഴിപ്പങ്ങാടും അതുപോലെ തന്നെ കണ്ണോത്തുപള്ളി 2 വനിതാ വാർഡുണ്ട്. പാർലമെൻ്ററി ബോർഡ് സാജിദ ടീച്ചറെ വിളിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു, മത്സരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ പാർട്ടി എക്സംഷൻ വാങ്ങാൻ ശ്രമിക്കാം, കുഴിപ്പങ്ങാടോ കണ്ണോത്തുപള്ളി ഏതാണ് വേണ്ടത് എന്ന് അവരോട് ചോദിച്ചു. അന്ന് പാർലമെൻ്ററി ബോർഡിൽ വിളിപ്പിച്ച ദിവസം വൈകുന്നേരമാണ്. അവർ പറഞ്ഞു നാളെ രാവിലെ 10 മണിക്ക് വിവരം തരാം എന്ന് പറഞ്ഞു പോയി. 10 മണി 11 മണിയായിട്ടും ഉച്ച കഴിഞ്ഞിട്ടും മറുപടി കിട്ടാതെ വന്നപ്പം വൈകിട്ട് യോഗം ചേരേണ്ട സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ സെക്രട്ടറി ചെറുവക്ര അഹമ്മദ് അൻവർ അവരെ ഫോണിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് പറയുന്നു മത്സരിക്കുന്നുണ്ടെങ്കിൽ ചേറ്റംകുന്ന് വാർഡിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ, അതുകൊണ്ട് വേറെ വാർഡ് ആവശ്യമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ചേറ്റംകുന്ന് വാർഡിൽ ഇപ്പോൾ മത്സരിക്കുന്നത് സാജിദ ടീച്ചറോടൊപ്പം 5 വർഷക്കാലം വാർഡ് കൺവീനറായി കോവിഡ് മഹാമാരി സമയത്തടക്കം ജനങ്ങൾക്കുള്ള എല്ലാ സേവനങ്ങളും നടത്തിയ വാർഡ് കൺവീനർ ജംഷീർ മഹമ്മൂദാണ്. ആ ജംഷീർ മഹമ്മൂദിന് ഇത്തവണ ആ ജനറൽ വാർഡിൽ മത്സരിക്കുവാൻ അവസരം നൽകിയില്ലെങ്കിൽ സാജിദ തന്നോട് മത്സരിച്ച് അടുത്ത 5 വർഷവും സാജിദ തന്നെയായിരിക്കും അവിടെ കൗൺസിലർ വനിതാ വാർഡാവും. അപ്പോൾ 10 കൊല്ലത്തേക്കുള്ള ലോങ് ബുക്കിംഗാണ് സാജിദ നടത്താൻ പോകുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലും മുസ്ലിം ലീഗിന്റെ സ്ഥിതി വ്യത്യസ്തമല്ല. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയുടെ പഞ്ചായത്തിൽ നിന്നു തന്നെയാണ് വിമത ഭീഷണി ഉയർന്നത്. കാലങ്ങളായി മുസ്ലിം ലീഗ് ഭരിക്കുന്ന കൊളച്ചേരി പഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ KMP സെറീന മത്സരിക്കുന്നത്. കൊളച്ചേരി പഞ്ചായത്തിലെ 3ാം വാർഡ് പന്ന്യങ്ങണ്ടിയിൽ മത്സരിക്കാനായാണ് സെറീന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നിലവിൽ വാർഡിൽ ലീഗിന്റെ ജനപ്രതിനിധിയാണ് KMP സെറീന. ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി മജീദിനെതിരെയാണ് സെറീനയുടെ അംഗം. കണ്ണൂരിന്റെ മലയോര പ്രദേശമായ കൊട്ടിയൂരിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കന്നി അംഗത്തിനിറങ്ങി ആദ്യ വനിതാ DYSP. സംസ്ഥാന പോലീസ് സേനയിലെ PSC ബാച്ചിലൂടെയുള്ള ആദ്യ വനിതാ DYSPയായ സ്വർണ്ണമ്മയാണ് കൊട്ടിയൂരിൽ ജനവിധി തേടുന്നത്. സംസ്ഥാനത്തെ ആദ്യ PSC വനിതാ പോലീസ് ബാച്ചിലൂടെയാണ് സ്വർണ്ണമ്മ വിപിൻ ചന്ദ്ര സേനയിൽ എത്തിയത്. കൃത്യനിർവഹണത്തിലെ സത്യസന്ധമായ സേവനമാണ് ഇവരെ ആദ്യ DYSP പദവിയിൽ എത്തിച്ചത്. കണ്ണൂർ, വയനാട് ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും സ്വർണ്ണമ്മ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സേനയിലുള്ളപ്പോഴും നാട്ടിലെ പൊതുപ്രശ്നങ്ങളിൽ ഇവർ സജീവമായി ഇടപെടുകയും പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. മലയോര മേഖലയായ കൊട്ടിയൂർ പഞ്ചായത്തിലെ 3ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായാണ് സ്വർണ്ണമ്മ മത്സരിക്കുന്നത്. മാഹി മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം സംബന്ധിച്ച് CPM-ഉം BJP-യും ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ
മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടതുപക്ഷവും BJPയും കൈകോർത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെയും നേതാക്കളെയും അപമാനിക്കാൻ വേണ്ടി നടത്തുന്ന നാടകമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ച MLAക്ക് മയ്യഴിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ജാള്യത മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇവർ കോൺഗ്രസിനെതിരെ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്ന ഫണ്ട്, ആ ഫണ്ടിനെ കുറിച്ച് ആധികാരികമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ്. എന്തിനാണ് BJPക്കാരൻ ഈ പൊറോട്ട നാടകം നടത്തേണ്ട ആവശ്യം? ഇവിടെ കേന്ദ്രം ഭരിക്കുന്നത് ആരാണ്? ഇവിടുത്തെ ഗവർണർ ആരാണ്? എത്ര പ്രാവശ്യം ഈ ആരോപണങ്ങൾ ആൾക്ക് ഉന്നയിച്ചു? എത്ര പ്രാവശ്യം ഗവർണർ ഈ ഫയൽ തിരിച്ചു വിളിപ്പിച്ചു? ഈ 4.5 വർഷക്കാലത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ആരോപണത്തിന് സത്യസന്ധമായി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ഇവരുടെ പ്രതിനിധിയാണ്. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതേക്കുറിച്ച് ഒന്നും അനങ്ങാത്തവർ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തുന്ന ആരോപണങ്ങൾ അപഹാസ്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞു തരാം. രാമചന്ദ്രൻ മാസ്റ്റർ ഇന്ന് പ്രതിപക്ഷ MLA ആണെങ്കിൽ ഇതിനു മുമ്പേയുള്ള 5 വർഷക്കാലം ശ്രീ വത്സരാജ് പ്രതിപക്ഷ MLA ആയിരുന്നു. 14.5 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് മയ്യഴിയിലെ റോഡുകൾ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്, റീടാർ ചെയ്തത്. എന്താ പ്രതിപക്ഷ ജനപ്രതിനിധിക്ക് സാധിക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ജനപ്രതിനിധി മയ്യഴിയുടെ റോഡിന്റെ ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ മയ്യഴിയുടെ വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള വികസനത്തിന് വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള പ്രൊജക്ടുകളാണ് ഗവൺമെന്റിന്റെ മുന്നാകെ സമർപ്പിച്ചിട്ടുള്ളത്? ഏത് പ്രൊജക്റ്റാണ് നാരായണസ്വാമി നിഷേധിച്ചിട്ടുള്ളത്? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പോണ്ടിച്ചേരി സംസ്ഥാനത്തെ ജനപ്രതിനിധികൾ കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കാൻ കഴിവുള്ള ജനപ്രതിനിധിക്ക് സാധിക്കും. മയ്യഴിയുടെ ജനപ്രതിനിധിക്ക് അതിനുള്ള കഴിവില്ല എന്നതിന്റെ തെളിവാണ് 4.5 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും താറടിച്ചുകൊണ്ട് വീണ്ടും ഒരു കള്ളപ്രചരണത്തിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മയ്യഴിയിൽ തിരിച്ചു വരാമെന്ന വ്യാമോഹം മാത്രമാണ് CPMന്റെ. കബളിപ്പിക്കപ്പെട്ട മയ്യഴി ജനത അവരുടെ തെറ്റ് തിരുത്താൻ ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പ്രബുദ്ധമായ മയ്യഴി ജനത തള്ളിക്കളയുമെന്ന് കോൺഗ്രസ് പ്രസ്ഥാനം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ BJPയും CPMും പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങളെ മയ്യഴി ജനത തള്ളിക്കളയുമെന്നും വാർത്താ സമ്മേളനത്തിൽ മാഹി ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് MD തോമസ്, സത്യൻ കേളോത്ത്, K മോഹനൻ, P ശ്യാംജിത്ത് എന്നിവർ അറിയിച്ചു. കോട്ടയം പഞ്ചായത്തിലെ മങ്കമോട്ടും ചാലിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 2 നാടൻ ബോംബുകൾ കണ്ടെത്തി. ജോലിക്കെത്തിയ സ്ത്രീകളാണ് ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിൽ ബോംബുകൾ കണ്ടത്. കതിരൂർ CI അനിൽകുമാർ, SI ദിജേഷ് എന്നിവർ സ്ഥലത്തെത്തി. കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് ബോംബുകൾ നിർവീര്യമാക്കി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇത് അച്ഛൻ വാങ്ങി തന്നതാ എന്റെ 5ാം പിറന്നാളിന്. +2-ലായപ്പോ ഒരു മോഹം, ഒരു ധാവണിക്കൊപ്പം അമ്മയുടെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. ഇത് പ്രിയയും ഞാനും കോളേജിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവളൊരു നെക്ലസ് വാങ്ങി. എനിക്കും വാശിയായി അതുപോലൊന്ന് വാങ്ങാൻ. ഇതെന്റെ ജീവൻ, എന്റെ സ്വന്തം. വിശ്വസ്തയുടെ നീണ്ട സ്വർണ്ണവർഷങ്ങൾ. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, ദ ബെസ്റ്റ് you can trust. Near RC Church, Mahi, Statue Junction, Mahi, Pukom Road, Panur. അന്നും ഇന്നും എന്നും അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. A bond forever since 1986. മാം 30,000 rupees പേ ചെയ്യണം. ഒരു മിനിറ്റ്. അമ്മ, അത്യാവശ്യ ഘട്ടങ്ങളിൽ അമ്മ സ്മാർട്ട് ആവണം. അപ്പൊ ഞങ്ങൾ അടുത്തില്ലെങ്കിൽ അമ്മ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലിരുന്ന 50 പവൻ സ്വർണം മണപ്പുറം ലോക്കറിൽ സേഫ് ആയി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് പണത്തിന് എപ്പോ ആവശ്യം വന്നാലും ലോക്കറിലിരിക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തിന് മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പിലൂടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഏത് സമയത്തും എപ്പോ വേണേലും പണം ട്രാൻസ്ഫർ ചെയ്യാം. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്. മണപ്പുറം ലോക്കറിലാണെങ്കിൽ എവിടെയും എപ്പോഴും സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചാൽ നമ്മളും അങ്ങനെ സ്മാർട്ട് ആകും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.
സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് 40 വർഷത്തെ പരിചയ സമ്പത്തുമായി തലശ്ശേരി ക്രൈസ്റ്റ് കോളേജ് 2020-21 അധ്യയന വർഷത്തിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BA എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, BCom, BSc മാത്തമാറ്റിക്സ്, BBA, BCA, MA എക്കണോമിക്സ്, ഹിസ്റ്ററി, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, MCom, MSc മാത്തമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് ഓൺലൈൻ വഴി ഇപ്പോൾ പ്രവേശനം നേടാവുന്നതാണ്. ക്ലാസുകൾ ഇപ്പോൾ ഓൺലൈൻ വഴി. റഫറൻസിന് മികച്ച ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും. വിശദ വിവരങ്ങൾക്കും അഡ്മിഷനും www.christcollegethalassery.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 04902324 ടൈൽ സാനിറ്ററി ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ ആഗോള ബ്രാൻഡായ ABC ഗ്രൂപ്പ് തലശ്ശേരി. ലോകോത്തര ബ്രാൻഡുകളുടെ അതിവിപുലമായ ശേഖരം. ഗുണനിലവാരത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും ഒന്നാമത്. ബ്രാൻഡുകളിൽ, പ്രോഡക്റ്റിൽ, സെലക്ഷനിൽ, സേവനത്തിൽ കേരളത്തിലെ നമ്പർ 1 ഗ്രൂപ്പിന്റെ നമ്പർ 1 ഷോറൂം ABC സെയിൽസ് കോർപ്പറേഷൻ. സുരക്ഷയും സന്തോഷവും ഉറപ്പു നൽകുന്ന ഷോപ്പിംഗ് അനുഭവങ്ങൾ സ്വന്തമാക്കാം. ABC സെയിൽസ് കോർപ്പറേഷൻ, ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ന്യൂ മാഹിക്കൊരു തിലകച്ചാർത്തുമായി ആധുനിക സജ്ജീകരണങ്ങളോടെ പുതിയൊരു സൂപ്പർമാർക്കറ്റ് ഹെക്സ. നിത്യോപയോഗ സാധനങ്ങളുടെ അതുല്യ ശേഖരം. മിതമായ വിലയ്ക്ക് മതിയാവോളം പഴം, പച്ചക്കറികൾ, ഡ്രൈ ഫ്രൂട്ട്സ്. പ്രത്യേകം ഫ്രഷ് മട്ടൺ ആൻഡ് ബീഫ് കൗണ്ടർ. വീട്ടുപകരണങ്ങളുടെ വിപുല സഞ്ചയം. സൗജന്യ ഹോം ഡെലിവറി സംവിധാനം. പ്രിവിലേജ് കാർഡ് വഴി പ്രത്യേക കിഴിവുകൾ. കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ബി സേഫ്, ബി ഹാപ്പി വിത്ത് ഹെക്സ സൂപ്പർമാർക്കറ്റ്, മമ്മിമുക്ക്, പെരിങ്ങാടി, ന്യൂ മാഹി. കോൺടാക്ട് 8139830057 and 8139840057. സ്ട്രീറ്റ് ലൈറ്റ്സ്, ഫാൻസി LED ലൈറ്റുകളുടെ മായികലോകം പള്ളൂരിൽ. ഇന്ത്യൻ വിദേശ നിർമ്മിതമായ നിരവധി മോഡലുകളിലുള്ള ഫാൻസി സീലിംഗ് LED ലൈറ്റുകൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ. കൂടാതെ ഫാനുകൾ, ഫ്രെയിമുകൾ, ക്ലോക്കുകൾ എന്നിവയും. കൂടാതെ ലൈറ്റ് ഫിറ്റിംഗ് വർക്കുകൾ ഞങ്ങളുടെ വിദഗ്ധരായ ടെക്നീഷ്യൻസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റ്, മെയിൻ റോഡ്, പള്ളൂർ. ഫോൺ 8547002955 8075940375. മൊബൈൽ പിന്നെ വാങ്ങാം. സാധനം കിട്ടി കഴിഞ്ഞു സാർ. ഒരു സെൽഫി. ഇത്രയും സാധനം ഞാൻ ഒരുമിച്ച് വാങ്ങി എന്ന് പറഞ്ഞാൽ പുറക്കാർ വിശ്വസിക്കില്ല. അതാ. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? വെറുതെ പോലീസിനെ പറയിപ്പിക്കുക. ഈ പ്ലാനറ്റിന് ഇഷ്ടംപോലെ ബ്രാഞ്ചുകളുണ്ട്. ബൾക്ക് പർച്ചേസ് അല്ലേ, മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയും സെലക്ഷനും. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. ഈ പ്ലാനറ്റ് ദ ഇലക്ട്രോണിക് സ്റ്റോർ, തലശ്ശേരി, പള്ളൂർ, ഇരിട്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. ഹോട്ടൽ നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ലോക്ക്ഡൌണിന് ശേഷം കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കിയിരിക്കുന്നു. കോൺഫറൻസ്, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. എക്സ് സർവീസ് മെൻ മാഹി മേഖലാ കമ്മിറ്റി
മാഹി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. സൈനിക മേധാവി ജനറൽ വിപിൻ റാവത്ത് സൈന്യത്തിന്റെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിച്ചുകൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാർ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് ധർണാ സമരം നടത്തിയത്. എക്സ് സർവീസ്മാൻ മാഹി മേഖലാ പ്രസിഡന്റ് വിജയൻ കാവിൽ ഉദ്ഘാടനം ചെയ്തു. 35 വർഷത്തിലധികം സേവനം ചെയ്യുക അല്ലെങ്കിൽ 57 വയസ്സ് വരെ സേവനം ചെയ്യുക എന്നതാണ്. ഇത് തികച്ചും സൈന്യത്തിൻ്റെ യുവത്വം നഷ്ടപ്പെടുന്ന ഒരു ദിശയിലേക്കാണ് നീങ്ങുക. കുറച്ചു കാലം കഴിയുമ്പോൾ സൈന്യത്തിൽ ഒരു വൃദ്ധരുടെ നിര തന്നെയാണ് കാണുക. ഈ റിപ്പോർട്ട് ഞങ്ങൾ തികച്ചും തള്ളുകയാണ്. സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബിപിൻ റാവത്തിൻ്റെ ഈ റിപ്പോർട്ട് സ്വീകരിക്കരുത്, ഇത് തികച്ചും തള്ളിക്കളയണമെന്നാണ്. സെക്രട്ടറി മോഹൻ കിടാവ്, ഗംഗാധരൻ, ബാലൻ നായർ, സത്യഭാമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. പാലത്തായി റേഷൻ ഷോപ്പിന് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. 1 മാസമായി പൈപ്പ് പൊട്ടിയിട്ട് അധികൃതരെ വിവരമറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. 1 മാസത്തിലേറെയായി പാലത്തായി റേഷൻ കടയ്ക്ക് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുകയാണ്. ഇതേ തുടർന്ന് റോഡും തകർന്നു, ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. കുഴികളിൽ വീണ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ്. നിരവധി തവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഉടൻ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. കോവിഡ് രോഗികൾക്ക് ആയുർവേദ ചികിത്സയാകാമെന്ന് സർക്കാർ ഉത്തരവിറക്കി. ആയുർവേദത്തിലും കോവിഡ് പ്രതിരോധത്തിന് നല്ല മാർഗങ്ങളുണ്ടെന്ന് നേരത്തെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് കേന്ദ്ര സർക്കാരും അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ കേരള സർക്കാർ ആ ഘട്ടത്തിൽ അംഗീകാരം നൽകിയിരുന്നില്ല. കോവിഡ് രോഗികൾക്ക് ഇനി മുതൽ ആയുർവേദ ചികിത്സയാകാം. രോഗലക്ഷണമില്ലാത്തവർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമുള്ളവർക്കും ആയുർവേദ ചികിത്സയാകാമെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. രോഗികളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ആയുർവേദ ചികിത്സ നൽകാവൂ എന്ന് ഉത്തരവിലുണ്ട്. താൽപ്പര്യമുള്ളവർക്ക് ആയുർവേദ ചികിത്സ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അലോപ്പതി ഡോക്ടർമാരുടെ എതിർപ്പ് മൂലം നിർദ്ദേശം സംസ്ഥാനത്ത് ഇതുവരെ നടപ്പാക്കിയിരുന്നില്ല. ആവശ്യമുള്ളവർ തൊട്ടടുത്ത സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി അല്ലെങ്കിൽ ആശുപത്രിയുമായി ബന്ധപ്പെടണമെന്ന് സർക്കാർ അറിയിച്ചു. 50 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഓർമ്മകളിൽ മാളിയേക്കൽ മറിയുമ്മ. VR കൃഷ്ണയ്യർക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർത്തെടുക്കുകയാണ് മറിയുമ്മ. തെരഞ്ഞെടുപ്പ് ജനകീയ ഉത്സവമായിരുന്ന കാലഘട്ടവും പോരാട്ടവുമാണ് ഈ 95-കാരിയുടെ മനസ്സ് നിറയെ. മാളിയേക്കൽ മറിയുമ്മയ്ക്ക് തിരഞ്ഞെടുപ്പ് എന്നാൽ ഇപ്പോഴും വലിയൊരു പരീക്ഷയാണ്. 1950 കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് ഓർമ്മകളാണ് ഈ 95-കാരിയുടെ മനസ്സ് നിറയെ. ഭർത്താവിന്റെ സുഹൃത്തായിരുന്ന VR കൃഷ്ണയ്യർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയത് ഓർത്തെടുക്കുകയാണിവർ. 1957 തലശ്ശേരി മണ്ഡലത്തിൽ VR കൃഷ്ണയ്യർ മത്സരിച്ചപ്പോഴുള്ള വീറും വാശിയും മറ്റൊരു തിരഞ്ഞെടുപ്പിലും കാണാനായിട്ടില്ല. മാളിയേക്കൽ തറവാട് കൃഷ്ണയ്യർക്ക് ഒപ്പം നിന്നു. പ്രചരണത്തിന് മുസ്ലിം വനിതകൾ ഇറങ്ങിയത് അന്നത്തെ കാലത്ത് വലിയ ചർച്ചയായിരുന്നു. സമുദായത്തിൽ നിന്നും എതിർപ്പും അധിക്ഷേപിക്കലും ഒറ്റപ്പെടുത്തലും ഉണ്ടായി. വീടുകൾ കയറിയിറങ്ങുമ്പോഴും പരിഹാസം വേറെ. പക്ഷേ പിന്തിരിയാൻ മറിയുമ്മക്ക് ആവുമായിരുന്നില്ല. കൃഷ്ണയ്യരുടെ വോട്ടിന്റെ സമയത്ത് മാളിയേക്കൽ എല്ലാ കൃഷ്ണയ്യർക്ക് അനുകൂലമായിട്ടായിരുന്നത്. വൈദ്യമ്മ ഇഷ്ടമാണ് കൃഷ്ണയ്യർ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി. കൃഷ്ണയ്യർ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. എല്ലാ വീട്ടിലും കാര്യമായിരുന്നു. പിന്നെ എൻ്റെ ഒരാളുടെ നമ്മളെ ഭർത്താവ് ഞാൻ DSP ആയിരുന്നു, കുറേ ലീവിയാണ്. അന്ന് പഴയ ബസ്സാണ് നാട്ടിൽ നമ്മളോട് പള്ളി ഡോക്ടർ ഉണ്ടായിരുന്നു. പള്ളി കുടിക്കാൻ പാടില്ല. അതിന് ലീഗാർ പറഞ്ഞടിച്ച് ലീഗിന് വോട്ട് കുടിക്കാൻ പാടില്ല. ഇത് കുറേ കുടുംബം ഉണ്ടായിരുന്നു. അതൊന്നും ഭാഗക്കാണ്ട് ഞങ്ങൾ കൃഷ്ണയ്യർക്ക് കൃഷ്ണയ്യർക്ക് നല്ലോണം പ്രവർത്തിച്ചു. 1952 മദ്രാസ് അസംബ്ലിയിലേക്ക് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി മാളിയേക്കലിലെ ആമിന ഹാഷിം മത്സരിച്ചപ്പോൾ ചിറക്കര സ്കൂളിൽ ബൂത്ത് ഏജന്റായിരുന്നു മറിയുമ്മ. മുസ്ലിം സ്ത്രീ ബൂത്ത് ഏജന്റ് എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ ഈ ധീരവനിത നെഞ്ചും വിരിച്ചു നിന്നു. ഇടുങ്ങിയ ചിന്താഗതിക്കാരുടെ ശബ്ദം അതോടെ നിലച്ചു.
പരിഹസിച്ചിരുന്നു, എന്നെ പരിഹസിച്ചിരുന്നു. ഞാനൊന്നും വകവച്ചില്ല. ഓ മൗലാടെ മോള് മൂത്തയാനായി പോയി അതിപ്പോൾ ജീവക്തനായി. അങ്ങനെ എന്നെ പരിഹസിച്ചു. ഞാനതൊന്നും കണക്കാക്കില്ല. ഞാൻ എൻ്റെ പണി നിർവഹിച്ചു. കിഴക്കേ സ്കൂളായിരുന്നു ബൂത്ത്. ഈ കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കാളും വീറും വാശിയും നിറഞ്ഞതായിരുന്നു പഴയകാല പ്രചരണമെന്ന് മറിയുമ്മ പറയുന്നു. മുമ്പുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നാടകം വഴിയാക്കി എല്ലാവരും സന്തോഷിപ്പിച്ചു. അങ്ങനെ വോട്ട് പിടിക്കുകയും അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. ആർക്ക് വോട്ട് ചെയ്യും എന്ന ചോദ്യത്തിന് മറിയുമ്മയുടെ മറുപടി ഇതായിരുന്നു: കഴിവുള്ള വ്യക്തിയാണ് നോക്കാൻ. പാട്ടിനൊന്നും നോക്കില്ല, വ്യക്തി ആ വ്യക്തിക്കും. ഒരു ഇടവേള കൂടി. മാഹി സർവീസ് സഹകരണ ബാങ്ക്. സഹകരണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. മാഹിയിലുടനീളം ശാഖകൾ. പള്ളൂർ മാഹി ശാഖകൾ ശനി ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ കുറഞ്ഞ പലിശ നിരക്കിൽ സ്പെഷ്യൽ ഗോൾഡ് ലോൺ, ഭൂപണയ കാർഷിക വായ്പകൾ, സർക്കാർ ജീവനക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പകൾ, മുതിർന്ന പൗരന്മാർക്ക് നിക്ഷേപത്തിന്മേൽ കൂടുതൽ പലിശ, ലോക്കർ സൗകര്യം ഉൾപ്പെടെ എല്ലാവിധ സേവനങ്ങളും വളരെ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുന്നു. നിങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ മൂലധനം. മാഹി സർവീസ് സഹകരണ ബാങ്ക്. ക്ലീൻ മാർട്ട് ഇന്റീരിയർ നിയർ RC ചർച്ച്, മെയിൻ റോഡ്, മാഹി. മാഹിയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ച ക്ലീൻ മാർട്ട് 3ാം വർഷത്തിലേക്ക്. 3ാം വാർഷികവും മാഹി പെരുന്നാളും പ്രമാണിച്ച് പുതുപുത്തൻ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. ക്ലീൻ മാർട്ട് ക്ലീനിംഗ് മെഷീൻസ്, കാർപ്പറ്റുകൾ, പരവതാനികൾ, ഡോർമെറ്റുകൾ, ക്ലീനിംഗ് പൗഡറുകൾ, ലിക്വിഡുകൾ, വാഷിംഗ് പൗഡർ, കോസ്മെറ്റിക്സ്, വൈവിധ്യമാർന്ന വിവിധതരം സെറാമിക്, ഫൈബർ ക്രോക്കറി ഐറ്റംസ്, സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ, ഹൗസ് വാമിംഗ് ഗിഫ്റ്റുകൾ, ബ്രാൻഡ് കുക്കറുകൾ, ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ, ഡിന്നർ സെറ്റുകൾ, മുന്തിയതരം ഫൈബർ കസേരകൾ എന്നുവേണ്ട വീടിന്റെ അകത്തളവും അടുക്കളയും ഭംഗിയാക്കാൻ വേണ്ട സർവ്വതും ഒരുക്കിയിരിക്കുന്നു. ക്ലീൻ മാർട്ട് ഇന്റീരിയർ മാഹി. ഫോൺ 0490233682 9946058786. മെഡിനോവ ലാബ് തലശ്ശേരി, ചൊക്ലി, പെരിങ്ങത്തൂർ, കല്ലിക്കണ്ടി, പൂക്കോം, പാനൂർ. മെഡിനോവ ലാബ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ഫയർ സ്റ്റേഷന് മുന്നിലെ മെഡിനോവ ലാബ് ഒരു ഇടവേളയ്ക്ക് ശേഷം നവീകരിച്ച് അത്യാധുനിക ഉപകരണങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്റർ, മലബാർ ടവർ, പാനൂർ. മലബാർ സ്കാനിംഗ് സെന്റർ, മലബാർ ടവർ, പൂക്കോം റോഡ്, പാനൂർ. പാനൂരിലെ ആദ്യത്തെ അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്ററായ മലബാർ സ്കാനിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഒരു മെഡിനോവ ലാബ് സംരംഭം. തൈറോയിഡും മറ്റു സ്പെഷ്യൽ ടെസ്റ്റുകളും ലോകോത്തര നിലവാരമുള്ള അത്യാധുനിക ഉപകരണങ്ങളാൽ മണിക്കൂറുകൾക്കകം മെഡിനോവ ലാബിൽ ചെയ്തു കൊടുക്കുന്നു. ലാബിൽ വരാൻ പറ്റാത്തവർക്ക് വീട്ടിലെത്തിയും സേവനമൊരുക്കും. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം, എക്സിക്യൂട്ടീവ് ചെക്കപ്പും മറ്റ് പാക്കേജുകളും. ഫോൺ സ്കാനിംഗ് 04902321 7559966 ലാബ് തലശ്ശേരി 2321 9446306343. ചൊക്ലി 2338743 2339643. മാക്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, പോലീസ് സ്റ്റേഷൻ സമീപം, പാനൂർ. മലേഷ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാക്സ് ഇന്നോവേഷൻ ഗ്രൂപ്പിന്റെ കേരളത്തിലെ പുതിയ സംരംഭം. വിശാലമായ പാർക്കിംഗ് സൗകര്യം, പുത്തൻ ഷോപ്പിംഗ് അനുഭവം, ഒരു കുടുംബത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ, വിലക്കുറവിന്റെ വിസ്മയം നേരിട്ട് അനുഭവിക്കുവാൻ ഇന്ന് തന്നെ മാക്മാർട്ട് സന്ദർശിക്കൂ. പഴം, പച്ചക്കറി, മാംസം, മത്സ്യം, പാൽ, മുട്ട തുടങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് സാധനങ്ങൾ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നു. ഒപ്പം ഹോം ഡെലിവറി സംവിധാനവും. ഇനി ഷോപ്പിംഗ് ആദായകരവും ആനന്ദകരവും.
ഓരോ 1000 രൂപയുടെ പർച്ചേസിനും 50 രൂപ ക്യാഷ് ബാക്ക് നൽകുന്ന സ്പെഷ്യൽ ഓഫർ മാക്മാർട്ടിന്റെ മാത്രം പ്രത്യേകത. കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡ് നൽകുന്നു. വിശ്വാസത്തോടൊപ്പം വിലക്കുറവും അനുഭവിച്ചറിയൂ. ചിക്കൻ, ബീഫ്, മത്സ്യം എന്നിവ മുൻകൂട്ടി ഓർഡർ ചെയ്താൽ വീട്ടിൽ എത്തിച്ചു തരുന്നു. മാക്മാർട്ട്, പോലീസ് സ്റ്റേഷന് സമീപം, പാനൂർ. ഫോൺ 9747106610 9605106610. കാർ വാലറ്റ് ചാലക്കര. കഴിഞ്ഞ 10 വർഷമായി പള്ളൂർ ഗണപതി ക്ഷേത്രത്തിന് സമീപത്ത് പ്രവർത്തിച്ചിരുന്ന വള്ളിൽ ഓട്ടോമൊബൈൽസ് നൂതന സാങ്കേതിക വിദ്യയോടും കൂടുതൽ സൗകര്യങ്ങളോടും കൂടി ചാലക്കരയിൽ കാർ വാലറ്റ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മെക്കാനിക്കൽ, പെയിന്റിംഗ്, ഡെന്റിംഗ് വർക്കുകൾ വിദഗ്ധരായ മെക്കാനിക്കുകൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. കാർ വാലറ്റ്, സതീഷ് ബേക്കറിക്ക് സമീപം, ചാലക്കര. കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോപ്പ് ഇവിടെയുള്ളപ്പോ എന്തിനാ വിനയ ടെൻഷൻ? സുനിതയോ? പ്രിയ അവിടെ പ്രീമിയം റേഞ്ച് പ്രോഡക്ട്സ് മാത്രമല്ലേ ഉള്ളൂ. വിനയനോട് ആരെയും മണ്ടത്തരമൊക്കെ പറഞ്ഞ്? വിനയ്, സുനിതയിൽ പ്രീമിയം റേഞ്ച് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്, മീഡിയം റേഞ്ച് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പിന്നെ സാധാരണക്കാർക്ക് അവരുടെ ബജറ്റിൽ ഒതുങ്ങുന്ന ഫർണിച്ചറും സുനിതയിലുണ്ട്. അതും കുറഞ്ഞ റേറ്റിൽ, ബെസ്റ്റ് ക്വാളിറ്റിയിൽ. ശരിക്കും ആ ബിൽഡിംഗ് കണ്ടപ്പോ ഐ തോട്ട് പ്രീമിയം റേഞ്ച് പ്രോഡക്ട്സ് മാത്രമേ സുനിതയിൽ ലഭിക്കുള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ ഇപ്പോൾ ഉളിയിലും. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ശോഭിക ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മനം കവരുന്ന വസ്ത്രവിസ്മയം. ഇന്ത്യയിലെ പ്രമുഖ തുണിമില്ലുകളിൽ നിന്നും തുണിത്തരങ്ങൾ നേരിട്ട് ശേഖരിച്ച് മിതമായ നിരക്കിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു. നിങ്ങൾക്കും താരമാകേണ്ടേ? വരൂ ശോഭികയിലേക്ക്. വർണ്ണവിസ്മയങ്ങളുടെ അപൂർവ ശേഖരം. പൊന്നോണക്കാലം നിറങ്ങളുടെ ആഘോഷകാലം കൂടിയാണ്. വസ്ത്രസങ്കല്പങ്ങളിൽ നിങ്ങളോടൊപ്പം ഒരു പടി മുന്നിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ തുണിത്തരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം. ശോഭിക ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ശോഭിക വെഡ്ഡിംഗ് സെന്റർ, ബൽറാം മാൾ, കുത്തുപറമ്പ്. ശോഭിക വെഡ്ഡിംഗ് സെന്റർ, ഭൂമിവാതുക്കൽ. വാർത്തകൾ തുടരുന്നു. ചുവന്നു തുടുത്ത കൂത്തുപറമ്പിന്റെ മണ്ണിൽ മറിച്ചൊരു വിധിയെഴുത്തുണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും പ്രകടനം മെച്ചപ്പെട്ടതാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് മുന്നണികൾ. ആധിപത്യം നിലനിർത്താൻ LDF മത്സരത്തിനിറങ്ങുമ്പോൾ ഇത്തവണ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDFും ഒപ്പം BJPയും. 28 വാർഡുകളാണ് കൂത്തുപറമ്പ് നഗരസഭയിൽ ഉള്ളത്. 27 വാർഡിലും ജയിച്ചത് LDF ആണെന്നത് തന്നെ കൂത്തുപറമ്പിന്റെ മനസ്സ് ആർക്കൊപ്പമാണെന്നതിനുള്ള വ്യക്തമായ സൂചന നൽകും. നഗരസഭയിൽ സമ്പൂർണ്ണ ആധിപത്യമാണ് ഇക്കുറിയും LDF ലക്ഷ്യമിടുന്നത്. കൂത്തുപറമ്പിലെ 22 റോഡുകൾ 5.5 മീറ്ററിലേറെ വീതി കൂട്ടി ടാർ ചെയ്തതും പുതിയ ബസ് സ്റ്റാൻഡ് പ്രവൃത്തി ടെൻഡറിലേക്ക് എത്തിച്ചതും മികച്ച സൗകര്യത്തോടെ മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ചതുമുൾപ്പെടെയുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നടപ്പാക്കാനായെന്ന് മുൻ ഭരണസമിതി ചെയർമാൻ M. സുകുമാരൻ പറഞ്ഞു. 2005 അഞ്ചാമത് കൗൺസിൽ നിലവിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള 90% കാര്യങ്ങളും ഇതിനകം പൂർത്തിയാക്കാൻ സാധിച്ച ചാരിതാർത്ഥ്യത്തോടെയാണ് അഞ്ചാമത് കൗൺസിൽ ഞങ്ങൾ പടിയിറങ്ങിയിട്ടുള്ളത്. കൂത്തുപറമ്പിൻ്റെ എല്ലാ മേഖലയിലും പശ്ചാത്തല വികസന രംഗത്തുൾപ്പെടെ കാർഷിക രംഗത്തുൾപ്പെടെ വലിയ നിലക്കുള്ള മുന്നോട്ട് പോക്കിന് സാധിച്ചിട്ടുണ്ട്. 10 ഹെക്ടറിലായിരുന്നു നേരത്തെ നെൽകൃഷി ഉണ്ടായിരുന്നത്. അത് 22 ഹെക്ടർ നെൽകൃഷിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കൽ,
പച്ചക്കറി തൈ നൽകൽ, കേരഗ്രാമ പദ്ധതിയിലൂടെ നാളികേര കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിത്തും വളവും തൈകളും വിതരണം ചെയ്തിട്ടുണ്ട്. കാർഷിക രംഗത്തൊരു പുത്തൻ ഉണർവുണ്ടാക്കാൻ സാധിച്ച ഘട്ടമായിരുന്നു പിന്നിട്ടത്. കേരള ഗവൺമെൻറ്റിൻ്റെ ആർദ്രം പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ താലൂക്ക് ആശുപത്രി വികസനത്തിൻ്റെ ഒരു വലിയ പാതയിലാണ് പിന്നിട്ട ഘട്ടമുണ്ടായിട്ടുള്ളത്. കൂത്തുപറമ്പ് സ്റ്റേഡിയം എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു. 5 കോടി റുപ്യ കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തിയിട്ടാണ് അത് നമുക്ക് അനുവദിക്കപ്പെട്ടത്. അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഏകദേശം അതിൻ്റെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് വരികയാണ് കാണാൻ സാധിക്കുന്നത്. നേരിയ വീതിയുള്ള വാഹനത്തിൻ്റെ പെരുപ്പം കണക്കിലെടുത്ത് റോഡിൻ്റെ സൗകര്യം ഒട്ടും വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 3 മീറ്റർ 2.5 മീറ്റർ ഒക്കെ വീതിയുള്ള റോഡുകൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി അത് 5 മീറ്ററും 5.5 മീറ്ററും 6 മീറ്ററാക്കി വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നതും പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 25 റോഡുകൾ ഈ പിന്നിട്ട ഘട്ടങ്ങളിൽ 5 മീറ്ററും 5.5 മീറ്ററിലേക്കും വികസിപ്പിക്കാൻ സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന റോഡ്, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ പിറകിലൂടെ പോകുന്ന റോഡ്, അതുപോലെ തന്നെ TK ഫില്ലിംഗ് സ്റ്റേഷന് മുമ്പിലൂടെ പോകുന്ന റോഡ്. അതെല്ലാം 5.5 മീറ്റർ 6 മീറ്ററിലേക്ക് വികസിപ്പിച്ച് ടാർ ചെയ്ത് 2 സൈഡും കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ ഒരു പ്രധാനപ്പെട്ട സ്വപ്നമായിരുന്നു ഒരു റിംഗ് റോഡ്. കൂത്തുപറമ്പ് പട്ടണത്തിൽ ഒരു കുരുക്ക് വന്നാൽ പട്ടണം ടച്ച് ചെയ്യാതെ പോകാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി ദീർഘകാലമായി ഞങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. നമ്മൾ ആരോഗ്യമന്ത്രിയുടെ സഹായത്തോടു കൂടി നമുക്ക് അതിൻ്റെ 1ാം ഫേസ് ഇപ്പോൾ അനുവദിച്ച് കിട്ടിയിരിക്കുന്നു. നിർമ്മലേരി കുട്ടിക്കുന്ന് ആമ്പലാട് ചോരക്കുളം ITയുടെ മുന്നിലൂടെ പഴയ നിരത്ത് വന്നു. പഴയ നിരത്ത് പൂർണ്ണമായും 10 മീറ്റർ മുതൽ 15 മീറ്റർ വരെ. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ ജയിച്ച UDF നില മെച്ചപ്പെടുത്തുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഇപ്പോൾ. കഴിഞ്ഞ 5 വർഷം വികസന മുരടിപ്പാണ് കൂത്തുപറമ്പിൽ ഉണ്ടായതെന്നും അറവുശാല നിർമ്മാണം, ടോയ്ലറ്റ് നിർമ്മാണം, കുടിവെള്ളക്ഷാമം എന്നിങ്ങനെ അടിസ്ഥാന വികസനം കൂത്തുപറമ്പിൽ നടന്നിട്ടില്ലെന്നും DCC വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ പറഞ്ഞു. ഇവിടെ എല്ലാം പറയുന്നെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ചെന്ന് നോക്കിയാൽ അറിയാം, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്താത്ത പ്രദേശങ്ങളായി നമ്മുടെ നഗരസഭയിലെ പട്ടണങ്ങളായാലും ഗ്രാമങ്ങളിലായാലും എല്ലാം തന്നെ. ഒരു നഗരസഭയെന്ന് പറയുന്ന കൂത്തുപറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും അതൊരു ഗ്രാമീണ മേഖലയായി നിൽക്കുന്ന ഈ നഗരസഭക്കകത്ത് വെളിച്ചമില്ല, വെള്ളമില്ല, റോഡുകളെല്ലാം പൊട്ടിപ്പൊളിച്ച് നിൽക്കുന്ന റോഡുകൾ. ഇവരെല്ലാം ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കണ്ട് ഞാളിതാ ഇത് ചെയ്തിരിക്കുന്നു, അത് ചെയ്തിരിക്കുന്നു. എന്താണ് ചെയ്തത്? കൂത്തുപറമ്പിൽ തന്നെ അവർ വികസനം പറയുന്നത് ആകെ കൂത്തുപറമ്പ് ആശുപത്രിയെക്കുറിച്ചാണ്. ആ ആശുപത്രിയുടെ വികസനം തന്നെ കഴിഞ്ഞ UDFൻ്റെ ഗവൺമെൻറ്റുള്ള കാലത്ത് തന്നെ പാസ്സാക്കി വെച്ച പദ്ധതി പ്രവർത്തനത്തിൻ്റെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. അതുപോലെ കൂത്തുപറമ്പ് മൈതാനി നമ്മുടെ പ്രിയപ്പെട്ട MLA ആയിരുന്ന അന്നത്തെ മോഹനൻ മന്ത്രി അദ്ദേഹം പോകുന്ന കാലത്ത് ആ കേരള നിയമസഭക്കകത്ത് കൊണ്ടുവന്ന് ബഡ്ജറ്റിനകത്ത് പോലും 5 കോടി റുപ്യ പാസ്സാക്കി വെച്ച ആ പദ്ധതിയുടെ പ്രവർത്തനമാണ് ഇന്ന് ശൈലജ ടീച്ചർ ഇവിടെ മന്ത്രിയായിരുന്നു വന്നപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കൊട്ടിഘോഷിക്കാൻ അവർക്ക് എന്താണ് UDF കൊണ്ടുവന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കുക, ഞങ്ങളാണ് കൊണ്ടുവന്ന് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു നഗരസഭ. ആ നഗരസഭ പറയും ഇതാ ഞങ്ങൾ ഇത് ഒക്കെ നഗരസഭ കൊണ്ടുവന്നതല്ല, ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. കൂത്തുപറമ്പ് നഗരസഭയിൽ ഇത്തവണ താമര വിരിയുമെന്ന് BJPയും കണക്കു കൂട്ടുന്നുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് BJP പ്രചരണ രംഗത്ത് ഇറങ്ങുന്നതെന്ന് BJP സംസ്ഥാന സമിതി അംഗം P സത്യപ്രകാശ് പറഞ്ഞു. കേരളത്തിലെമ്പാടും വലിയൊരു മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. എല്ലാ രംഗത്തും തകർന്നടിഞ്ഞ ജനവിരുദ്ധ സർക്കാരും ഒരു B പതിപ്പായി മാറിയ കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള പ്രതിപക്ഷവും ജനങ്ങൾക്ക് മടുത്തിരിക്കുകയാണ്. കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 25 വർഷത്തോളമായി തുടർച്ചയായി നടക്കുന്ന ഇടത് ഭരണം ജനങ്ങൾ മടുത്തിരിക്കുന്നു. വികസന മുരടിപ്പും എല്ലാ രംഗത്തും സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞാടുന്ന ഒരു ഭരണമാണ് കൂത്തുപറമ്പിൽ നടക്കുന്നത്. ജനങ്ങൾ പൊറുതിമുട്ടി കഴിയുകയാണ്. വികസന മുരടിപ്പ് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ശൗചാലയങ്ങൾ പേരിന് പോലും കൂത്തുപറമ്പ് ടൗണും പരിസര പ്രദേശത്തും നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ രംഗത്തും പാടെ ജനങ്ങളുടെ വികാരങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് കൂത്തുപറമ്പ് നഗരസഭ ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിപക്ഷം എന്നാൽ നാമമാത്രമാണ്. അത് CPMൻ്റെ ആജ്ഞാനുവർത്തികളായി മാറിയ UDF ആണ് കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയുടെ
ഒരു നാണക്കേട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടി വലിയ ഒരു മുന്നേറ്റത്തിന് കുത്തുപറമ്പിൽ നാന്ദി കുറിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ LDF പ്രചരണത്തിന് വിഷയമാക്കുമ്പോൾ വികസന മുരടിപ്പാണ് BJPയും UDFും ഉയർത്തിക്കാണിക്കുന്നത്. പാനൂരിലെ ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മയിൽ പിറവിയെടുത്ത കാവൽ ടെലിഫിലിം നവമാധ്യമങ്ങളിൽ തരംഗമാകുന്നു. യൂട്യൂബിൽ റിലീസ് ചെയ്ത കാവൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ 5000-ലധികം ആളുകൾ കാണുകയും 100 കണക്കിന് ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്തു. കേന്ദ്ര കഥാപാത്രമായ നഴ്സ് ദീപയ്ക്ക് ഡ്യൂട്ടിക്കിടയിൽ കോവിഡ് ബാധിക്കുകയും മരണത്തിന് കീഴടങ്ങുകയുമാണ്. ജീവന്റെ വിലയുള്ള ജാഗ്രതയ്ക്ക് ഒരിക്കലും ഒരു ഘട്ടത്തിലും കൈമോശം വരാൻ പാടില്ല എന്നതാണ് ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഹലോ സാർ. സാറത്തെ ദീപ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. റിസൾട്ട് പോസിറ്റീവ് ആണ്. തൽക്കാലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വിളിക്കാം സാറത്തെ. ദീപ എന്തെങ്കിലും കഴിച്ചോ? വേണ്ട സാർ, എനിക്ക് എന്റെ മക്കളെ ഓർത്തൊന്നും ഇറങ്ങില്ല. എനിക്ക് എന്റെ പൊന്നു മക്കളെ ഒന്ന് കണ്ടാ മതിയേനു. ഞാൻ ജീവിക്കില്ലേ സാർ? ദീപ, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. ഇപ്പൊ പോസിറ്റീവ് എനർജിയല്ലേ വേണ്ടത്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടവരല്ലേ നമ്മൾ. ബി കൂൾ. ജീവന് വേണ്ടി കാവൽ നിന്ന ഒരു മാലാഖയുടെ ജീവിതകഥ എന്ന ടൈറ്റിലോടെയാണ് പിന്നണി പ്രവർത്തകർ ചിത്രത്തെ പരിചയപ്പെടുത്തുന്നത്. രാജേഷ് പാനൂരാണ് കഥയും സംവിധാനവും നിർവഹിച്ചത്. ജീവന് വേണ്ടി കാവൽ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ആദരമാണ് ടെലിഫിലിമെന്ന് രാജേഷ് പറഞ്ഞു. കോവിഡ് കാലത്ത് അതിജീവനത്തിനായി ലോകം പൊരുതുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് നേഴ്സുമാരുടെ ചിത്രങ്ങളും വാർത്തകളുമാണ് ഈ ടെലിഫിലിം ചെയ്യാൻ എനിക്ക് പ്രചോദനമായത്. കൊറോണ ഭീതിയിൽ നാമെല്ലാം വിട്ടിരിക്കുമ്പോൾ മക്കളെ ശ്രദ്ധിക്കാൻ പോലും കഴിയാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സേവനം ചെയ്തവരാണ് നമ്മുടെ നേഴ്സുമാർ. ജോലിയുടെ തിരക്കിനിടയിൽ സ്വന്തം സുരക്ഷിതത്വം പോലും അവർ മറന്നുപോകുന്നു. നമ്മുടെ ജീവന് വേണ്ടി കാവൽ നിൽക്കുന്ന അവർക്കുള്ള ഒരു ആദരവ് കൂടിയാണ് ഈ ഹ്രസ്വ ചിത്രം. നിതീഷ് മൊക്കേരിയാണ് ചിത്രം നിർമ്മിച്ചത്. പ്രജി വേങ്ങാടാണ് ക്യാമറ കൈകാര്യം ചെയ്തത്. അദിന പ്രകാശും ഷംജയ് കുമാറുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായ ശരത്തിനെയും ദീപയെയും അവതരിപ്പിച്ചത്. കുന്നോത്തുപറമ്പ് PR സ്മാരക ആശുപത്രിയിൽ വച്ചാണ് ചിത്രീകരണം നടത്തിയത്. ആശുപത്രിയിലെ ജീവനക്കാരും പ്രമുഖ വേഷങ്ങളിൽ ചിത്രത്തിലുണ്ട്. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ചിത്രം നവമാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് പിന്നണി പ്രവർത്തകർ. കോവിഡ് പോരാളികൾക്ക് സീഡ് ക്ലബിന്റെ ആദരം. ചെണ്ടയാട് അബ്ദുറഹിമാൻ സ്മാരക UP സ്കൂൾ സീഡ് ക്ലബ്ബാണ് കോവിഡ് കാലത്ത് രക്ഷകരായി മാറിയ പോലീസ്, ഫയർഫോഴ്സ്, സാമൂഹ്യ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരെ പ്രോട്ടോകോൾ പാലിച്ച് ആദരിച്ചത്. കതിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ അനിൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായാണ് ഇത്തരമൊരു ആദരവ് ലഭിക്കുന്നതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സന്തോഷം നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നല്ലൊരു വാക്ക്, നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ നല്ല വാക്ക് ദാനത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല വർക്കാണ്, നല്ല ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞാൽ നമ്മളെപ്പോലത്തുള്ളവരുടെ ഹൃദയത്തിൽ അത് ഒരുപാട് ഉള്ളിൽ മഴയായിട്ട് അത് പെയ്തിരുന്നു. പലപ്പോഴും നമുക്ക് കിട്ടുന്നത് ദുരനുഭവങ്ങളായിരിക്കും. എന്ത് പ്രവൃത്തി ചെയ്താലും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളായിരിക്കും. ഇതുപോലെയുള്ള ഈ ചടങ്ങുകൾ ഈ കോവിഡ് പോരാളികൾക്ക് ഒരുപാട് പ്രചോദനവും പ്രേരണയും നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് വഴി നിങ്ങളുടെ മഹത്വം കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ വില മനസ്സിലാക്കുന്നതോടൊപ്പം ഞങ്ങൾ നിങ്ങളുടെയും വിലയെ മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് കിട്ടാത്ത അംഗീകാരം നിങ്ങളിൽ കൂടി നമ്മൾ തേടിയെത്തുമ്പോൾ ഒരു വളരെയധികം സന്തോഷം നമുക്ക് തോന്നാറുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫയർഫോഴ്സുകാർ, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, അത് അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ശമ്പളം വാങ്ങുന്നവരാണ്.
നമ്മൾ അവരെല്ലാം യൂണിഫോമുള്ള ഫോഴ്സുകളാണ്, ശമ്പളം വാങ്ങുന്നവരാണ്, ശരി തന്നെയാണ്, നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ നമ്മുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് നമ്മളത് മുന്നോട്ട് ഇറങ്ങുന്നത്. അവരെ ഞാൻ ഈ അവസരത്തിൽ ആദ്യമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ്. അവരുടെ എൻ്റെ നിങ്ങളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അവരുടെ നല്ല സുത്യർഹമായ സേവനത്തിന്. പ്രധാനാധ്യാപകൻ MP വിനോദൻ അധ്യക്ഷത വഹിച്ചു. പാനൂർ പോലീസ് ഇൻസ്പെക്ടർമാരായ KV ഗണേഷ്, R സോമനാഥ്, ജനമൈത്രി പോലീസ് പ്രതിനിധി ദേവദാസ്, KM സുജോയ്, ഫയർഫോഴ്സ് ഓഫീസർ എന്നിവർ സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ VP ചാത്തുമാസ്റ്റർ, സാമൂഹ്യ പ്രവർത്തകൻ OT നവാസ് എന്നിവരും സന്നിഹിതരായിരുന്നു. സീഡ് കോർഡിനേറ്റർ CK കനകരാജൻ സ്വാഗതവും SRG കൺവീനർ അമൃത ചന്ദ്ര നന്ദിയും പറഞ്ഞു. സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറി. കേരള ഓട്ടോമൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് എംപ്ലോയീസ് അസോസിയേഷനാണ് മൊകേരിയിലെ സ്ഥാനാർത്ഥി ഷിജിനക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറിയത്. മൊകേരി ഗ്രാമപഞ്ചായത്തിലേക്ക് 1-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ഷിജിന പ്രമോദിന് കെട്ടിവെക്കാൻ ആവശ്യമായ തുക കൈമാറി. ജനറൽ സെക്രട്ടറി K ജയരാജൻ തുക കൈമാറി. ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ദിബിൻ, സംസ്ഥാന സെക്രട്ടറി ദിവാകരൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ കണ്ണൂർ ജില്ലയിൽ 15 ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾക്കെതിരില്ല. ഇനി തീപ്പാറും പോരാട്ടത്തിന്റെ ദിനങ്ങൾ. വനിതകളടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്തോ നേരിട്ടോ അധിക്ഷേപകരമായി ചിത്രീകരിക്കുന്ന സൈബർ ഗുണ്ടായിസത്തിനെതിരെ കേരള പോലീസ്. ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെയും ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടിയെന്ന് DGP. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം മുസ്ലിം ലീഗിന് തീരാ തലവേദനയാകുന്നു. വിമത കുപ്പായമണിഞ്ഞ് ലീഗ് നേതാക്കൾ തന്നെ രംഗത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1 മാസം മാത്രം അവശേഷിക്കെ എരിവേശി കള്ളവോട്ട് കേസിൽ നിർണായക കോടതി വിധി. കള്ളവോട്ട് ചെയ്തവർ മാത്രമല്ല, ഒത്താശ ചെയ്ത ബൂത്തിലെ ഉദ്യോഗസ്ഥരും പ്രതിസ്ഥാനത്താണെന്ന് കോടതിയുടെ നിരീക്ഷണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.